ഇനിയൊരു ജന്മം കൂടി. നോവൽ തുടർച്ച, അധ്യായം 25. എൻ്റെ സമ്മതമില്ലാതെ അമ്മയ്ക്കതിനൊക്കെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? നീ സമ്മതിക്കും, ഇല്ലെങ്കിൽ തുടർന്നിവിടെ കഴിയാമെന്ന് നീ വിചാരിക്കണ്ട. വിദ്യ ശാരദാമണിയുടെ പാറ പോലെ ഉറച്ച മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. അമ്മ എന്തിനാ എന്നോട് പോരിന് വരുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? കൂടുതൽ സംസാരിക്കണ്ട. നാളെ അവനെ തിരികെ കൊടുത്തോണം. ആ കുഞ്ഞ് അമ്മയുടെ ആരുമല്ലേ, സ്വന്തം മകൻ്റെ രക്തം തന്നെയല്ലേ. മനസ്സാക്ഷിയില്ലാതെ പടിയിറക്കി വിടാൻ എങ്ങനെ തോന്നുന്നു? പറഞ്ഞല്ലോ, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ 19 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവളാ. അനുഭവിക്കാൻ ഇനി ഒന്നും ബാക്കിയില്ല. ശരിയും തെറ്റും നീയല്ല പറഞ്ഞു തരേണ്ടവൻ. പൊയ്ക്കോളണം. വിദ്യ ആത്മരോഷത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉറങ്ങിക്കിടന്നിരുന്ന അപ്പൂസിൻ്റെ അരികിൽ ചെന്ന് അവൾ നിസ്സഹായതയോടെ ഇരുന്നു. ഉറക്കത്തിൽ അവനൊന്ന് ഞരങ്ങി. വിദ്യ കൈത്തലം അവൻ്റെ നെഞ്ചോട് ചേർത്ത് താളാത്മകമായി തട്ടിക്കൊടുത്തു. അവൻ്റെ മുഖം ശാന്തമായി. എപ്പോഴോ ഒരു മന്ദഹാസം അവിടെ തെളിഞ്ഞു. ഒരിക്കലും ആ കുഞ്ഞിനെ വിട്ടുകളയില്ല എന്ന് വിദ്യ മനസ്സിൽ ശപഥം ചെയ്തു. പത്മാവതി അമ്മയെ കൊണ്ടാണ് പഴയ ഡയറിയിൽ നിന്നും ശാരദാമണി വിമലയുടെ നമ്പർ എടുപ്പിച്ചത്. വിദ്യ അപ്പൂസനെയും കൊണ്ട് ടെക്സ്റ്റൈൽസിലേക്ക് പോയ സമയം നോക്കി ലാൻഡ് ഫോണിൽ നിന്നും അവർ വിമലയെ വിളിച്ചു. ശാരദാമണിയുടെ സ്വരം കേട്ടപ്പോൾ വിമലയ്ക്ക് ആദ്യം ഒരു അന്താളിപ്പായിരുന്നു. ഞാൻ വിളിച്ചത് വിമലയോടൊരു കാര്യം ചോദിക്കാനാണ്. നിങ്ങൾ വിദ്യയ്ക്ക് ഒരു പുനർവിവാഹാലോചന നടത്തിയ കാര്യം പറഞ്ഞിരുന്നില്ലേ? എന്താ പയ്യൻ്റെ പേര്? മനുപ്രസാദ്. എന്താ ചേച്ചി കാര്യം? അവനിപ്പോഴും വിവാഹത്തിന് സമ്മതമാണോ? വിരോധമുണ്ടാവാൻ വഴിയില്ല. വിദ്യയെ എതിർപ്പ് കാണിക്കുന്നത്. അവളിനെ എതിർക്കില്ല. എതിർക്കാൻ ഞാൻ സമ്മതിക്കില്ല. വിമലയ്ക്കൊന്നും മനസ്സിലായില്ല. വിമല മനുപ്രസാദിനെ ഒന്ന് വിളിക്കണം. ശാരദാമണി ഫോണിലൂടെ ചില നിർദ്ദേശങ്ങൾ നൽകി. വിമല ശ്രദ്ധാപൂർവം എല്ലാം കേട്ടുനിന്നു. രാത്രി ശാരദാമണി അത്താഴം കഴിച്ചിട്ട് പാത്രം മേശയിലേക്ക് വെക്കുകയായിരുന്നു. കൊടുങ്കാറ്റ് പോലെ വിദ്യാലക്ഷ്മി വാതിൽ കടന്നു വന്നു. അമ്മേ, കഠിന സ്വരത്തിലായിരുന്നു വിളിയച്ച. ആരോട് ചോദിച്ചിട്ടാ അമ്മ എൻ്റെ വിവാഹക്കാര്യം തീരുമാനിക്കാൻ മനുവേട്ടനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്? വിമലയോടാ ഞാൻ പറഞ്ഞത്. മനുവിനോടും അവൻ്റെ അമ്മയോടും ഇവിടെ വരെ വരാൻ പറയണമെന്ന്. എന്തിന്? നിന്റെ മുറച്ചെറുക്കനല്ലായിരുന്നോ അവൻ? കുട്ടിക്കാലം മുതൽ സ്നേഹിച്ചവൻ. ഇപ്പോഴും അവൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ആ വിവാഹം നടത്തണം. വിദ്യയുടെ മുഖത്തേക്ക് രക്തം ഇരമ്പി നിറച്ചു. എനിക്ക് സമ്മതമില്ലെങ്കിലോ അമ്മയ്ക്ക് എന്തു ചെയ്യാൻ പറ്റും? പിന്നെ ഒരു നിമിഷം കൂടി ഇവിടെ നിൽക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. എൻ്റെ കാലശേഷമല്ലാതെ ഈ വീടിന് മേൽ നിനക്കൊരു അവകാശമില്ല. ഞാൻ ഇറങ്ങണം എന്ന് പറഞ്ഞാൽ ആ നിമിഷം നീ ഇറങ്ങിയേ പറ്റൂ. ആരുടെയും ഔദാര്യം എനിക്ക് വേണ്ട. എൻ്റെ മോനെയും കൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിക്കോളാം. നിൻ്റെ മോനോ? അവൻ്റെ മേൽ അവകാശം കാണിക്കാൻ എന്നേക്കാൾ നിനക്കെന്തധികാരം? ഒരിക്കലും നീ അവനെ കാണില്ല എന്ന് തീരുമാനിക്കാനും എനിക്ക് കഴിയും. വിദ്യയുടെ കണ്ണുകളിൽ അഗ്നിനാളങ്ങൾ പൂത്തു. എന്നെ തോൽപ്പിക്കാൻ നോക്കല്ലേ. നിങ്ങളുടെ മകൻ കാരണം എല്ലാ അർത്ഥത്തിലും തോറ്റുപോയവളാണ് ഞാൻ. ഒരു വാക്ക് പറയാതെ മരണം മാത്രം എൻ്റെ മുൻപിൽ അഭയമായി ബാക്കി വെച്ചിട്ട് പോയതാ രാഹുൽ. എങ്ങനെയൊക്കെയോ വീണ്ടും ജീവിച്ചു തുടങ്ങി എന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ ആ കുഞ്ഞില. അതിനെയും തട്ടിപ്പറിച്ചെടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി തോൽപ്പിച്ച് കളയാമെന്ന് കരുതിയ നിങ്ങൾക്ക് തെറ്റി. വികാരവിക്ഷോഭം വിദ്യയെ കീഴ്പ്പെടുത്തി കളഞ്ഞിരുന്നു. ഇനി ഒരിക്കൽ കൂടി എല്ലാം നഷ്ടപ്പെട്ടവളായി ഞാനിവിടുന്ന് തിരിച്ചു പോവില്ല. അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളായി സൃഷ്ടിച്ചെടുത്താൽ പിന്നൊരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. രാഹുലിൻ്റെ വഴിയെ തന്നെ ഞാനും പോകും. ആ പറമ്പിൽ എൻ്റെ ചില കത്തുന്നത് കാണണമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കാവൂ. ശാരദാമണിയുടെ മുഖത്ത് ഒരു സ്തംഭത പടർന്നു. മരണസന്നദ്ധമായവളെ പോലെ വിദ്യയുടെ മുഖവും വാക്കുകളും മുറുകിയിരിക്കുന്നു. വിദ്യ വാതിക്കൽ വരെ ചെന്നിട്ട് തിരിഞ്ഞു നിന്നു. ഞാൻ പറഞ്ഞത് വെറും വാക്കാണെന്ന് കരുതണ്ട. നിങ്ങളുടെ മകനെ ഞാൻ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ ഇത് സത്യമാണ്. എൻ്റെ ഷവമെ ഗേറ്റിനപ്പുറത്തെ കൊണ്ടിറക്കാൻ നിങ്ങൾക്ക് കഴിയും. അവൾ വാതിൽ കടന്നുപോയി. ശാരദാമണി നിശ്ചലയായി നിന്നു. മുറിയിൽ തൻ്റെ കിടക്കയിൽ ചെന്ന് വീഴുമ്പോൾ ആത്മസംഘർഷം കൊണ്ട് വിദ്യ തളർന്നു പോയിരുന്നു. എത്ര നേരം എങ്ങനെ കടന്നുവെന്ന് അവൾക്ക് നിശ്ചയമില്ല. വാതിലിൽ തട്ടുന്ന ശബ്ദമായിരുന്നു. വിദ്യ പതിയെ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു.
ശാരദാമണി ഒരു കത്ത് കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി. വാതിലടച്ചിട്ട് അവർ വിദ്യയെ നോക്കി. ഞാനീ പറഞ്ഞതും ചെയ്തതുമൊന്നും നിന്നെ തോൽപ്പിക്കാനല്ല, നീ തോൽക്കാതിരിക്കാനാ. ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഞാൻ പറയാം. പക്ഷേ വിദ്യ കുതിച്ചുയരുന്ന ഹൃദയമിടിപ്പോടെ ശാരദാമണിയെ നോക്കി. എല്ലാം കേട്ട് കഴിയുമ്പോൾ നീ ഈ അമ്മയെ വെറുക്കരുത്, ഈ കുടുംബത്തെ വെറുക്കരുത്. എൻ്റെ അപേക്ഷയാണത്. ശാരദാമണി വിദ്യയ്ക്ക് നേരെ കൈകൾ കൂപ്പി. വിദ്യയുടെ ശ്വാസം നിലച്ചു. അധ്യായം 40. 1.5 വർഷം മുൻപത്തെ ഒരു രാത്രിയിലേക്ക് ശാരദാമണിയുടെ ഒരിക്കലും മങ്ങാത്ത സ്തബ്ധമായ ഓർമ്മകളുടെ പരവതാനി വിരുന്നു വിടുന്നു. രാഹുലിൻ്റെ സ്ഥിരമായ രാത്രി ഭക്ഷണം ചപ്പാത്തിയായിരുന്നു. കാസറോളിനുള്ളിലാക്കി ചൂട് ചപ്പാത്തിയും സ്റ്റൂവും ഡൈനിങ് ഹാളിലേക്ക് എടുത്തു വെച്ചിട്ട് ശാരദാമണി മകനെ വിളിക്കാൻ ചെന്നു. അസ്വസ്ഥത നിറഞ്ഞ മുഖത്തോടെയാണ് അവൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നത്. നാളെ എനിക്ക് തിരുവനന്തപുരം വരെ പോകണം അമ്മേ. പുലർച്ചെ വൈശാഖൻ ഇങ്ങോട്ടേക്ക് വരും. ചപ്പാത്തി എടുക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു. എന്താടാ, അത്യാവശ്യം വല്ലതാടോ? അടിയന്തരമായി ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഈ യാത്ര കഴിഞ്ഞിട്ട് വിശദമായി പറയാം. ഇനി ദൂരയാത്രകളൊക്കെ കഴിവതും ഒഴിവാക്ക്. വിദ്യമോളുടെ ഡേറ്റ് അടുത്തു വരുവാണെന്ന് ഓർമ്മ വേണം. മേശപ്പുറത്തിരുന്ന രാഹുലിൻ്റെ മൊബൈൽ വൈബ്രേറ്റ് ചെയ്തു തുടങ്ങി. പ്രമിളേച്ചിയാണല്ലോ, രാഹുൽ കോൾ എടുക്കുന്നതിനിടയിൽ പറഞ്ഞു. ശാരദാമണി ജഗ്ഗുമായി ചൂടുവെള്ളം എടുക്കാനായി പോയി. തിരിച്ചു വരുമ്പോൾ രാഹുൽ ഡൈനിങ് ടേബിളിനരികിലില്ല. ശാരദാമണി നോക്കുമ്പോൾ ഫോണുമായി സിറ്റൗട്ടിൽ ഇറങ്ങി നിൽപ്പുണ്ട്. അവർ തിരിച്ചും പോന്നു. ഫോൺ സംഭാഷണം മിനിറ്റുകളോളം നീണ്ടുപോയി. ഉടലാകെ തീ പടർന്നതുപോലെയാണ് രാഹുൽ തിരിച്ചു വന്നത്. അവൻ്റെ മുഖം പേടി കിട്ടിയതുപോലെ വിളറിയിരുന്നു. ശാരദാമണി വേവലാതിയോടെ എഴുന്നേറ്റു. എന്താടാ, എന്തു പറ്റി? അമ്മേ, അത് വാക്കുകളില്ലാത്തതുപോലെ രാഹുൽ പതറി നിന്നു. അവന് എന്തോ പേടി സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നുമായിരുന്നു. എന്തു ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അറിയാത്ത അവസ്ഥ. എപ്പോഴോ കുഴഞ്ഞതുപോലെ രാഹുൽ സെറ്റിയിലേക്കിരുന്നു. അവൻ്റെ നെറ്റിയിലും കൈത്തലങ്ങളും വിയർത്തൊഴുകി. ധരിച്ചിരുന്ന ഷർട്ടിലും നനവ് പടർന്നു. എന്താ മോനെ, നീ കാര്യം പറയടാ. അമ്മയില്ലേ? ശാരദാമണി ഭയചകിതയായി തീർന്നിരുന്നു. രാഹുൽ വലങ്കൈ കൊണ്ട് വാപുത്തി മെഴിഞ്ഞ നോട്ടത്തോടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഷോക്കിലെന്ന പോലെ ഇരുന്നു. ഗേറ്റിങ്കിൽ നിന്ന് ഒരു കാറിൻ്റെ ഇരമ്പൽ കേട്ടു. നടുങ്ങിത്തരിച്ചെന്ന പോലെ രാഹുൽ അവിടേക്ക് നോക്കി. നിയന്ത്രണം വിട്ടതുപോലെ മുരളീകൃഷ്ണൻ്റെ കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് പാഞ്ഞു വന്നു. രാഹുൽ ചാടി എഴുന്നേറ്റു. അവൻ്റെ മുഖം രക്തം വാറുന്നത് പോലെ വിളറി. ശാരദാമണിയും മുറ്റത്തേക്ക് നോക്കി. പോർച്ചിലേക്ക് കാർ വന്നു നിന്നതും രാഹു മിന്നൽ പോലെ അകത്തേക്ക് പാഞ്ഞു. ഒരു നിമിഷത്തിനുള്ളിൽ അവൻ്റെ മുറിവാതിൽ ആഞ്ഞടയുന്നതിൻ്റെ മുഴക്കം ഹാളിൽ വരെ എത്തി. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് പോലും അണയ്ക്കാതെ മുരളീകൃഷ്ണൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി വന്നു. ഇടറിയ ചൂടുകളോടെ അയാൾ സിറ്റൗട്ടിലേക്ക് കടന്ന് ഹാളിൻ്റെ വാതുക്കലെത്തി. ശാരദാമണിക്ക് അയാളുടെ മുഖം കണ്ട് ഭീതി തോന്നി. ചോരച്ച കണ്ണുകൾ, അതിനുള്ളിൽ നിന്നും തീനാളങ്ങൾ പാറുന്നുണ്ടെന്ന് തോന്നി. അവനെവിടെ? ശാരദാമണി അപരിചിതനെ എന്ന പോലെ മകനെ നോക്കി. രാഹുൽ എവിടെയെന്നാണ് ചോദിച്ചത്. അടുത്ത നിമിഷം ഒരു കൊടുങ്കാറ്റിനെ ഒന്നാകെ പുറത്തേക്ക് വിടാൻ ഒരുങ്ങിയിട്ടെന്ന പോലെ കടിച്ചു പിടിച്ചാണ് ചോദ്യം. നീ കുടിച്ചിട്ടുണ്ടോടാ? വഴക്കുണ്ടാക്കാനാണോ ഈ വരവ്? ശാരദാമണി മുരളിക്കടുത്ത് ചെന്നു. മുരളിയുടെ മുഖം കലികൊണ്ട് വിറച്ചിരിക്കുകയാണ്. വഴക്കല്ല, കൊലപാതകം നടത്തും ഞാൻ. എന്നിട്ട് ഈ വീടിനും തീയിടും. എന്നെ ചതിച്ചിട്ട് എൻ്റെ അധ്വാനവും വിയർപ്പും രക്തവും ഊറ്റി കുടിച്ചിട്ട് ഒരുത്തരെയും ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുരളി ഹാളിലേക്ക് കയറി. ശാരദാമണി ഭയപ്പാടോടെ ഒരു ചുവട് പിന്നിലേക്ക് നീങ്ങി. അത് തൻ്റെ മകനല്ലെന്ന് അവർക്ക് തോന്നി. കണ്ണിൽ തീയെരിയുന്ന ഏതോ ചെകുത്താൻ. പറ, ഇത്രയും കാലം അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഈ നന്ദികെട്ട പട്ടികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്നെ വെടിവേഷം കെട്ടിച്ച നിങ്ങൾ തന്നെ പറ, എവിടെ അവൻ? ശാരദാമണിയുടെ നെഞ്ചിലൂടെ തീമിന്നലുകൾ പാഞ്ഞു. ജീവിതത്തിൽ ആദ്യമായാണ് മുരളിയെ ഇങ്ങനെ ഒരു രൂപത്തിലും ഭാവത്തിലും കാണുന്നത്. സ്വരം പോലും മാറിപ്പോയിരിക്കുന്നു. ശാരദാമണി ശില പോലെ ഉറഞ്ഞു നിൽക്കുന്നത് കണ്ട് മുരളീകൃഷ്ണൻ രാഹുലിൻ്റെ മുറിവാതിലിന് നേർക്ക് നീങ്ങി. വാതിലിൽ ആഞ്ഞിടിക്കുന്ന ശബ്ദം കേട്ട് ശാരദാമണി അവിടേക്ക് പാഞ്ഞു ചെന്നു. തുറക്കടാ നായേ, ഇത്രയും നാൾ വല്യാട്ടാന്ന് വിളിച്ച് എൻ്റെ ചങ്കിൽ കത്തി ഇറക്കിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ മുഖം ഞാനൊന്ന് കാണട്ടെ. ശാരദാമണി
മുരളീകൃഷ്ണൻ്റെ കയ്യിൽ കയറി പിടിച്ചു. എന്താടാ മുരളി, നിനക്ക് ഭ്രാന്ത് പിടിച്ചു? അവൻ എന്ത് തെറ്റാ ചെയ്തേ? മുരളി കത്തുന്ന മിഴികളോടെ അമ്മയെ നോക്കി. എന്ത് ചെയ്തെന്നോ? അറിയണോ നിനക്ക്? കഴിഞ്ഞ 3 മാസവും എൻ്റേതെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടു നടന്നിരുന്ന ആ കൊച്ചിൻ്റെ തന്ത നിങ്ങളുടെ ഇളയ മോനാ. തലയ്ക്ക് മീതെ തൊട്ടരികിലായി ഒരു ഇടിമിന്നൽ വീണതുപോലെ ശാരദാമണി വിറച്ചുപോയി. മുരളി, എന്താ അനാവശ്യമായി നീ പറയുന്നത്? എത്ര നാൾ കാത്തിരുന്നുണ്ടായ കുഞ്ഞാടാ, നിനക്കിത് പറയാൻ എങ്ങനെ കഴിയുന്നു? ഞാൻ എത്ര കാത്തിരുന്നിട്ടും കാര്യമില്ലായിരുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് കൂടി കേട്ടോ. പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ശാരദാമണി പകപ്പോടെ നിന്നു. കഴിഞ്ഞ വർഷം തന്നെ ഇത് കണ്ടുപിടിക്കേണ്ടതായിരുന്നു അമ്മേ. എൻ്റെ കാര്യത്തിൽ ഇൻഫെർട്ടിലിറ്റി ഡോക്ടർ ജെയിംസ് വർഗീസിന് സംശയം തോന്നിയിട്ട് ചില ടെസ്റ്റുകളൊക്കെ കുറിച്ചിരുന്നതാണ്. പ്രമീള ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് സമാധാനത്തിൽ പിന്നെ ഞാൻ കാണാൻ പോയില്ലായിരുന്നു. ഇതിപ്പോൾ ചികിത്സിച്ചിട്ട് കാര്യമില്ലമ്മേ. അല്ലെങ്കിൽ തന്നെ എന്തിനാ ചികിത്സ? ഇനി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതല്ലേ. പക്ഷെ അതിനു മുമ്പ് എന്നെ ചതിച്ചവനെ ഞാൻ നശിപ്പിക്കും. മുരളി വീണ്ടും തിരിഞ്ഞ് രാഹുലിൻ്റെ മുറിവാതിലിൽ ആഞ്ഞിടിച്ചു. തുറക്കടാ, ഇല്ലെങ്കിൽ ഈ വാതിൽ ഞാൻ വെട്ടിപ്പൊളിക്കും. ശാരദാമണി മുരളിയെ തടയാൻ ശ്രമിച്ചു. ഡോക്ടർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാവും. അതിന് നീ നിൻ്റെ അനുജനെ സംശയിക്കുന്നത് എന്തിനാ? മുരളി വീണ്ടും ശാരദാമണിയുടെ നേർക്ക് തിരിഞ്ഞു. സംശയമോ? ഉറപ്പാണമ്മേ. അവൾ വിറച്ചോണ്ട് എൻ്റെ കാൽക്കൽ വീണു പറഞ്ഞത് അവൻ്റെ പേര്. തെറ്റു ചെയ്യാത്തവനാണെങ്കിൽ ഇവൻ വാതിൽ തുറക്കില്ലേ? എൻ്റെ മുഖത്ത് നോക്കി എന്താ കാര്യം എന്ന് ചോദിക്കില്ലേ? പ്രമീള പറഞ്ഞോ നിന്നോട്? ആ, പ്രമീള തന്നെ. ഡോക്ടറെ കണ്ട് തിരിച്ചു വന്നപ്പോൾ മുതൽ ഞാൻ അവളോട് ചോദിച്ചു. മണിക്കൂറുകളാ കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നത്. ഒടുക്കം അവളുടെ കുഞ്ഞ് കിടന്നുറങ്ങുന്ന മരത്തൊട്ടിലിനകത്തേക്ക് ഞാനൊരു തലയാണ എടുത്തിട്ടു. അതിന് മീതെ കൈവച്ച് ഒറ്റ ഞെക്കിന് ഞാൻ അതിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പോഴാ അവൾ ഇവൻ്റെ പേര് പറഞ്ഞത്. പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. മുരളി കിതച്ചു. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ തുടങ്ങിയ അവിഹിതമായിരുന്നു. നിങ്ങളുടെ മൂക്കിന് കീഴെ നടന്ന വീഴ്ച. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടും 2 വർഷം കൂടെ മരുഭൂമിയിൽ കിടന്ന് തുഴഞ്ഞത് ഇവന് വേണ്ടിയല്ലായിരുന്നോ? എന്നിട്ടവൻ തിരിച്ചു കാണിച്ച നന്ദി. മുരളീകൃഷ്ണൻ വാതിലിന് മീതെ ആഞ്ഞിടിച്ചു. എന്നെ ചലിച്ചിട്ട് ജീവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഈ വീട് എൻ്റെ പേരില്ല. നിന്റെ തുണിക്കടയിരിക്കുന്ന ഭൂമിയും എൻ്റേതാ. ഒന്നും അനുഭവിക്കാതെ കരുതണ്ട. നാളെ മുതൽ ഈ 2 നിന്നെ കണ്ടുപോകരുത്. വാര്യ വീട്ടിൽ പോയി താമസിക്കാനും വിചാരിച്ചാലും നടക്കില്ല. വിദ്യയും ഞാനിത് അറിയിക്കും. എൻ്റെ കുടുംബം തുലച്ചവനാ നീ. നിനക്കും ഇനി ഒരു കുടുംബം വേണ്ട. നായയെ പോലെ നീ അലയുന്നത് എനിക്കത് കാണണം. അയാൾ ഇടറുന്ന ചുവടുകളോടെ അനുജൻ്റെ മുറിവാതിലിൽ നിന്നും പിന്മാറി നടന്ന് ഹാളിലെത്തി. ദിശയറിയാത്തതുപോലെ ഒരു നിമിഷം നിന്നു. ശാരദാമണി അവിടേക്ക് വരുമ്പോൾ മുരളീകൃഷ്ണൻ പുറത്തിറങ്ങിക്കഴിഞ്ഞിരുന്നു. കാറിൽ കയറി അയാൾ വണ്ടി തിരിച്ച് ഗേറ്റിന് പുറത്തേക്ക് ഓടിച്ചുപോയി. തുറന്നു കിടന്ന മുൻവാതിലിലൂടെ തണുത്ത കാറ്റ് ശാരദാമണിയുടെ മുഖത്ത് വന്നടിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് വേണ്ടത്ര നിശ്ചയമില്ലാത്തവളെ പോലെ അവർ പകച്ചു നിന്നു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ജീവിതം തലകീഴായി മറിഞ്ഞിരിക്കുന്നു. മുരളി പറഞ്ഞതൊക്കെ സത്യമാണോ? പ്രമീളയും രാഹുലും അവർ തമ്മിൽ അങ്ങനെ മോശമായൊരു ബന്ധമുണ്ടായിരുന്നു. എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ചാണ് ചുവട് പിടിച്ചത്? അങ്ങനെ ഒരു പിഴ പറ്റിയിട്ടുണ്ടെങ്കിൽ തൻ്റെ കുടുംബം ചിതറിക്കഴിഞ്ഞു എന്ന് ശാരദാമണിക്ക് ബോധ്യമായി. ഇനി ഒരിക്കലും സ്വച്ഛമായൊരു ജീവിതാവകാശത്തിന് കീഴിൽ ഈ ഭവനത്തിലുള്ളവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അവർക്ക് തളർച്ച അനുഭവപ്പെട്ടു. രാഹുലിനെ വിളിക്കേണ്ടതാ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് ആഞ്ഞടിച്ച് ഈ വീട്ടിൽ നിന്നും തന്നെ പുറത്താക്കേണ്ടേ? അങ്ങനെ ചെയ്താൽ അവൻ എന്ത് ചെയ്യും? മാസം തികഞ്ഞിരിക്കുന്ന വിദ്യ എന്ത് ചെയ്യും? ശാരദാമണി കുഴഞ്ഞ മനസ്സോടെയും ശരീരത്തോടെയും സെറ്റിയിലേക്കിരുന്നു. അന്നോളമുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് താൻ നിൽക്കുന്നതെന്ന ഓർമ്മ അവരെ കിടിലം കൊള്ളിച്ചു. 3 മക്കളെയും ചേർത്ത് പിടിച്ച് കാറ്റിലും കോളിലും കടൽക്ഷോഭങ്ങളിലും ഉലയാതെ താൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കുടുംബമെന്ന കപ്പലിൻ്റെ അടിത്തട്ട് തകർന്നിരിക്കുന്നു. ഇനി മുങ്ങുക മാത്രമേ നിവൃത്തിയുള്ളൂ. അവർ മുഖം കൈവെള്ളയിലേക്ക് താങ്ങി. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല.
എവിടെയോ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം. അടുത്തേക്ക് വരുന്ന പതിഞ്ഞ കാലച്ചുകൾ. കാൽപാദങ്ങളിൽ തണുത്ത വിരൽ സ്പർശമറിഞ്ഞ് ശാരദാമണി മുഖമുയർത്തി. മുൻപിൽ തറയിൽ കുനിഞ്ഞിരിക്കുന്ന രാഹുൽ. പേടി കിട്ടിയ മുഖം. അമ്മേ, ഞാനിനി എന്തു ചെയ്യും? ശാരദാമണി വാക്കുകൾ വലിഞ്ഞുപോയി. അത്രത്തോളം നിസ്സഹായമായിരുന്നു രാഹുലിൻ്റെ മുഖം. തെറ്റുപറ്റിപ്പോയി. പക്ഷെ എല്ലാം വേണ്ടാന്ന് വെച്ചതായിരുന്നു. സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു ആ കുഞ്ഞ്. രാഹുൽ സ്മൃതിഭ്രംശം സംഭവിച്ചതുപോലെ പുലമ്പിക്കൊണ്ടിരുന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. മുരളി പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട. ശാരദാമണി എഴുന്നേറ്റ് അവർ തൻ്റെ മുറിക്കയുടെ നേർക്ക് പോകാനൊരുങ്ങി. അമ്മേ, രാഹുൽ പിന്നിൽ നിന്നും വിളിച്ചു. ശാരദാമണി നിന്നിട്ട് തിരിഞ്ഞു നോക്കി. തറയിൽ നിന്ന് എഴുന്നേറ്റ രാഹുൽ ദയനീയമായി അവരെ നോക്കി. ഞാനെന്ത് ചെയ്യും? വിദ്യ, ഞങ്ങളുടെ കുഞ്ഞ് എന്തു ചെയ്യും ഞാനിനി? അവൻ്റെ ഉടൽ വിറപൂണ്ടു. ഇടതു കൈ കൊണ്ട് നെഞ്ചു തിരുമുകയും അതേ കൈ തന്നെ തലമുടി ഇഴകൾക്കിടയിലൂടെ ഓടിക്കുകയും ചെയ്തു. മുരളി അച്ഛനെപ്പോലെ അല്ലടാ നിന്നെ സംരക്ഷിച്ചത്. അവൻ്റെ ഭാര്യ എൻ്റെ സ്ഥാനത്തല്ലായിരുന്നോ നീ കാണേണ്ടത്? എങ്ങനെ കഴിഞ്ഞു നിനക്ക് ഇത്രയ്ക്ക് അധപതിക്കാൻ? രാഹുൽ അമ്മയ്ക്ക് മുമ്പിൽ കൈകൂപ്പി നിന്നു. ഒന്നും പറയല്ലേ ഈശ്വര, എന്തിന് ഞാനിത് ചെയ്തു? അവൻ നിലത്തേക്ക് തന്നെ മുട്ടുകുത്തിയിരുന്നു. ശാരദാമണി മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. അവർ കട്ടിലിൽ ചെന്ന് കിടന്നു. നെഞ്ച് പൊട്ടിയതുപോലെ കരച്ചിൽ കയറി വന്നു. എപ്പോഴോ രാഹുൽ കിടക്കക്കരികിൽ വന്നു. അമ്മേ, ഞാൻ എന്തു ചെയ്യും? എൻ്റെ വിദ്യ, എൻ്റെ കുഞ്ഞ്. അവൻ കാൽക്കലായി നിലത്തിരുന്ന് കരഞ്ഞു. ശാരദാമണി കണ്ണീരും കോപാധിക്യവും നിറഞ്ഞ മുഖത്തോടെ എഴുന്നേറ്റിരുന്നു. സ്വന്തം ചേട്ടൻ്റെ കുടുംബം തകർത്തപ്പോൾ നിനക്കും ഈ ഗതി വരുമെന്ന് ഓർത്തില്ലേ? ഈ കുടുംബം മുഴുവനാ നീ തകർത്തത്. നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട. എണീറ്റ് പോകാൻ. രാഹുൽ പകച്ചതുപോലെ അമ്മയെ തുറിച്ചു നോക്കി. ഇനി പ്രതീക്ഷിക്കാനൊന്നുമില്ലെന്ന് അവന് ബോധ്യമായി കഴിഞ്ഞിരുന്നു. ശാരദാമണി കട്ടിലിലേക്ക് തന്നെ കിടന്നു. അവൻ എപ്പോഴാണ് എണീറ്റ് പോയതെന്ന് എനിക്കറിയില്ല. അതുവരെയുള്ള ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഒരു വഴി തെളിയുന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. പക്ഷെ അന്ന് എൻ്റെ മുമ്പിൽ ഒരു പ്രതീക്ഷയും ബാക്കിയില്ലായിരുന്നു. വെളുപ്പിനെ വൈശാഖ് വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പോഴേക്കും അവൻ്റെ തെറ്റിന് അവൻ തന്നെ ശിക്ഷയും നടപ്പിലാക്കി കഴിഞ്ഞിരുന്നു. തണുത്തുറഞ്ഞ സ്വരത്തിൽ ശാരദാമണി സംസാരിച്ചു കൊണ്ടിരുന്നു. വിദ്യ മുറിയുടെ തറയിൽ അവൾക്കു തന്നെ കാണാൻ കഴിയാത്ത ഏതോ ഒരു ബിന്ദുവിലേക്ക് എന്നതുപോലെ തുറിച്ച നോട്ടത്തോടെ ഇരിക്കുകയാണ്. ഒരിക്കലും നീ ഇതൊന്നും അറിയണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നിന്റെ മനസ്സിൽ അവനോടുള്ള ബന്ധം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നിന്നെയും കുഞ്ഞിനെയും ഓർത്ത് തീരാത്ത വേദനയോടെ അവൻ പോയത്. പക്ഷേ ഇതേ സ്നേഹത്തെ പ്രതി നീ നിന്റെ ജീവനം തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ മിണ്ടാതിരിക്കാൻ എനിക്ക് വയ്യ. വിധിയിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ശാരദാമണി കയ്യിൽ മടക്കി പിടിച്ചിരുന്ന കത്ത് കട്ടിലേക്ക് വെച്ചു. പ്രമീള മരിക്കും മുമ്പ് എനിക്ക് എഴുതിയ കത്തായത്. നീ ഇത് വായിക്കണം. രാഹുൽ മരിച്ചത് എന്തിനെന്ന് ഒരു ഉത്തരം കിട്ടിയാലേ നീ തിരിച്ചു പോകുന്നല്ലേ പറഞ്ഞത്. ഇനി നിൽക്കണ്ട, നാളെ തന്നെ തിരിച്ചു പോയിക്കൊള്ളാം. ഈ കുടുംബം നിന്നോട് നീതി പുലർത്തിയിട്ടില്ല. നിന്നെയും രാഹുൽ വഞ്ചിച്ചു കളഞ്ഞല്ലോ എന്ന വേദനയിലാണ് മുരളി അവനായി കരുതി വെച്ചതെല്ലാം നിനക്ക് തന്നത്. അതൊരു പ്രായച്ചിത്തമായി മാത്രം കരുതിയാൽ മതി. ശാരദാമണി കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന അപ്പൂസിനെ നോക്കി. രാഹുലിൻ്റെ മകനാണിവൻ. ഒന്നും അറിയാതെ നീ ഈ കുഞ്ഞിനെ സ്നേഹിച്ചാൽ, സംരക്ഷിക്കാൻ ഒരുങ്ങിയാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മകൻ നിന്നോട് കാണിച്ചതിനേക്കാൾ വലിയ അനീതിയാവും അത്. ശാരദാമണി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തണുത്ത തറയിൽ ശിലയായി ഉറഞ്ഞതുപോലെ വിദ്യ ഇരിപ്പ് തുടർന്നു. ആഷിമയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ മനോപ്രസാദിന് വഴികളൊന്നും അവശേഷിച്ചിരുന്നില്ല. ഫോണിലൂടെ അവൾ ശോഭിച്ചാണ് സംസാരിച്ചത്. നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ ഈ അന്വേഷണത്തിനിറങ്ങിയത്. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു വിവരം കിട്ടിയിട്ട് എൻ്റെ അടുത്ത് നിന്നും മറച്ചു പിടിച്ചിരിക്കുന്നു. ഡോക്ടർ ജെയിംസ് വർഗീസിൻ്റെ അടുത്തുനിന്ന് താൻ ഒരിക്കലും അച്ഛനാകാൻ കഴിയില്ലെന്ന വാർത്ത മുരളീകൃഷ്ണൻ അറിയുന്നത് 23-ാം തീയതിയാണ്. അപ്പോഴയാളുടെ കുഞ്ഞിന് 3 മാസം പ്രായം.
ചെകുത്താൻ വേഷം കെട്ടിയാടി അയാൾ അന്ന് രാത്രി തറവാട്ടിൽ ചെന്നത് എന്തിനാണെന്ന്, പുലരും മുൻപ് രാഹുൽ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്നും അറിയാൻ ഇനി പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലും വേണോടാ? മനുപ്രസാദ് മറുപടിയില്ലാതെ നിന്നു. നീ അന്ന് ഡോക്ടറെ കാണാൻ സാധിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായതാ അത് കള്ളാണെന്ന്. പറഞ്ഞതിന് ഒരു ദിവസം മുൻപേ ഞാനും മൂവാറ്റുപുഴയിൽ നിന്ന് തിരിച്ചു പോകുന്നത് ഇന്ന് ഡോക്ടർ ജെയിംസ് വർഗീസിനെ കാണണമെന്ന് തീരുമാനിച്ച് തന്നെയായിരുന്നു. എന്തിനാ നീ ഇത് എന്നോട് മറച്ചു പിടിച്ചതെന്നാ എൻ്റെ അതിശയം. പറ, എന്തിനാ നീ ഇത് ചെയ്തത്? ആഷിമ ചോദിച്ചു. മനുപ്രസാദ് മുറ്റത്തായിരുന്നു. രാക്കാറ്റ് അവൻ്റെ മുടിയിഴകൾക്കിടയിലൂടെ തണുപ്പ് പടർത്തി കടന്നുപോയി. മനഃപൂർവ്വം തന്നെയാ. അത് പക്ഷേ നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. രാഹുൽ തന്നെ വഞ്ചിച്ചെന്ന് വിദ്യ അറിയേണ്ടെന്ന് ഞാൻ കരുതി. ഒരുപക്ഷെ അവൾക്കത് താങ്ങാൻ കഴിയാതെ വന്നാലോ? അവളത് അറിയുന്നതല്ലടാ നല്ലത്. എങ്കിൽ ചിലപ്പോൾ കുറ്റബോധമില്ലാതെ നിന്നെ സ്വീകരിക്കാൻ അവൾക്ക് കഴിയില്ലേ? സ്വാർത്ഥതയല്ലേടി അത്. എന്നെ സ്വീകരിക്കണമെന്ന് കരുതി അത്ര വലിയൊരു വേദനയിലൂടെ അവളെ കടത്തിവിടണോ? എന്തൊക്കെയായാലും രാഹുലിനെ അവൾ ഹൃദയം മുറിച്ചു സ്നേഹിച്ചതാ. അവൻ പോയി എന്നറിഞ്ഞപ്പോൾ ജീവൻ എടുക്കാൻ തുനിഞ്ഞതല്ലേ? എല്ലാം അറിഞ്ഞുകൊണ്ട് അവനെക്കുറിച്ച് മോശമായൊരു കാര്യം നമ്മൾ എങ്ങനെ പറയും? അത് വേണ്ട ആഷിമ. മനുപ്രസാദ് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു നിമിഷം ആഷിമ മറുപടിയില്ലാതെ നിന്നു. എത്ര വലിയ ലാഭമുണ്ടായാലും സ്നേഹിക്കുന്നവളെ വേദനിപ്പിക്കാൻ കഴിയാത്ത മനുവിനെ ഓർത്ത് അവൾക്ക് ആശ്ചര്യം തോന്നി. ഇത്രയും നിർമ്മലമായ ഒരു പുരുഷന് ഒരു പെണ്ണിനെ സ്നേഹിക്കുവാൻ കഴിയുമോ? ആഷിമ, നീ എന്താ ഒന്നും പറയാത്തത്? മനുപ്രസാദിൻ്റെ ചോദ്യം വന്നപ്പോൾ ആഷിം ഒന്നൊന്ന് വിശ്വസിച്ചു. ഒന്നുമില്ലടാ, നിന്നെപ്പോലെ ഒരാളെ സുഹൃത്തായെങ്കിലും കിട്ടിയല്ലോ. താങ്ക് ഗോഡ്. വെച്ചോട്ടെ, ഗുഡ് നൈറ്റ്. ആഷിമ കോള് മുറിച്ചു. വിറപൂണ്ട വിരലുകളോടെയാണ് വിദ്യ കത്ത് തുറന്നത്. അമ്മയ്ക്ക് അങ്ങനെ വിളിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞവളാണ് ഞാൻ. ഒരിക്കലെങ്കിലും ആ പാദങ്ങളിൽ തൊട്ട് ക്ഷമ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നേരിൽ കണ്ടപ്പോഴൊന്നും അതിനുള്ള ധൈര്യമുണ്ടായില്ല. അത്ര വലിയ തെറ്റാണ് ഞാൻ അമ്മയുടെ കുടുംബത്തോട് ചെയ്തത്. എവിടെയാണ് ചുവട് പിഴച്ചതെന്നറിയില്ല. പ്രായത്തിലേറെ മുതിർന്ന മുരളിയേട്ടനുമായുള്ള മാനസിക പൊരുത്തമില്ലായ്മയാണോ, ദാമ്പത്യ ജീവിതത്തിലെ അസന്തുഷ്ടിയാണോ, ഒന്നും അറിയില്ല. ഒരു കൂടപ്പിറപ്പ് പോലും ഇല്ലാതിരുന്ന എനിക്ക് രാഹുലിനെ സഹോദരനായി കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഏക കാര്യം ഞാനാണ് തെറ്റുകാരി എന്നത് മാത്രമാണ്. വിവാഹിതയായ ഒരു സ്ത്രീ അവിവാഹിതയായ ഒരു പുരുഷനോട് അതിരുകവിഞ്ഞ അടുപ്പം കാണിക്കാൻ പാടില്ലായിരുന്നു. പ്രായത്തിൽ രാഹുൽ എന്നേക്കാൾ മുതിർന്നവനാണെങ്കിലും അനുജൻ്റെ സ്ഥാനത്ത് കാണാൻ ഞാൻ ശ്രമിച്ചില്ല. അവൻ്റെ ഇഷ്ടങ്ങളെ നോക്കിക്കണ്ട് ചെയ്തു കൊടുത്ത് അടുപ്പം സൃഷ്ടിച്ചു. അതിരുകളില്ലാത്ത സംസാരവും പെരുമാറ്റവും കൊണ്ട് മനസ്സിളകി. തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആനന്ദം അനുഭവിച്ചു. അതിനേക്കാളൊക്കെ വലിയ വീഴ്ച രാഹുലിന് വിവാഹാലോചനകൾ തുടങ്ങിയപ്പോഴേ എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന തീരുമാനം അവൻ അറിയിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. മുരളിയേട്ടൻ ആ സത്യം തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. മരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകാൻ മുരളിയേട്ടൻ അനുവദിച്ചില്ല. രാഹുൽ മരിച്ചതിന് ശേഷം ഒരു രാത്രി മുരളിയേട്ടൻ ഇവിടെ വന്നു. ഒരു കാര്യം മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. കഴിഞ്ഞ 3 മാസവും സ്വന്തമായി കരുതി സ്നേഹിച്ച മകൻ മുരളിയേട്ടൻ്റെതല്ല എന്ന് ആരും അറിയരുത്. അവൻ്റെ ഏതാവശ്യവും നിറവേറ്റുവാൻ അച്ഛൻ്റെ സ്ഥാനത്ത് മരണം വരെ മുരളിയേട്ടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അമ്മയുടെ സ്ഥാനത്ത് എനിക്ക് നിൽക്കാം. യഥാർത്ഥത്തിൽ അതായിരുന്നു അദ്ദേഹം എനിക്ക് വിധിച്ച ശിക്ഷ. കഴിഞ്ഞ 1.5 വർഷക്കാലവും തീക്കനലുകൾക്ക് മീതെയാണ് ഞാൻ ജീവിച്ചത്. മുരളിയേട്ടൻ്റെ മരണത്തോടെ എൻ്റെ ശിക്ഷാകാലാവധി അവസാനിക്കുകയാണ്. ഇനി എനിക്കും മരിക്കാം. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവനെടുക്കാൻ എനിക്ക് വയ്യ. അവനെ തനിച്ചാക്കി പോകുന്നത് വലിയ തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല. അതിനുള്ള കാഠിന്യം എൻ്റെ മനസ്സിനില്ല. എൻ്റെ മരണം എല്ലാ കടങ്ങളും വീട്ടട്ടെ. അമ്മയ്ക്ക് അപ്പൂസിനെ നോക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഏൽപ്പിക്കാനുള്ള കനവ് കാട്ടണം. മക്കളില്ലാത്ത ആരെങ്കിലും അവനെ എടുത്താലോ, അവന് നല്ലൊരു ജീവിതം കിട്ടിയിട്ട് സ്വാർത്ഥത കൊണ്ട് അവനെ നശിപ്പിച്ച ഈ അമ്മയുടെ നിഴൽ വീഴാത്ത എവിടെയാണെങ്കിലും അവൻ സുഖമായി കഴിയട്ടെ. എൻ്റെ മരണം ആത്മഹത്യയാണെന്നറിഞ്ഞാൽ
പലരും കാരണങ്ങൾ ചികഞ്ഞു വന്നേക്കാം. ഈ രഹസ്യം എന്നോട് കൂടി തന്നെ എരിഞ്ഞു പോകട്ടെ. ഒരപകടത്തിൽപ്പെട്ടു, ഞാൻ മരിച്ചു എന്നായിരിക്കും അമ്മ അറിയുക. പക്ഷേ എൻ്റെ തെറ്റിന് ഞാൻ തന്നെ പ്രായശ്ചിത്തമാണ് ചെയ്യുന്നത്. ഇതെന്ന് അമ്മ മനസ്സിലാക്കണം. എന്നെ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച വിദ്യയോടും മനസ്സുകൊണ്ട് മാപ്പിരക്കാനേ കഴിയും. പിഴച്ചു പോകാത്തൊരു ജന്മം ബാക്കിയുണ്ടെങ്കിൽ അന്ന് അമ്മയുടെ മകളോ മരുമകളോ ആയി വന്ന് ഈ ജന്മത്തിൻ്റെ കടങ്ങൾ ഞാൻ വീട്ടിക്കൊള്ളാം. എല്ലാ തെറ്റുകൾക്കും ഒരിക്കൽ കൂടി മാപ്പ് ചോദിക്കുന്നു. പ്രമീള. കത്ത് കയ്യിൽ പിടിച്ച് വിദ്യ നിശ്ചലയായിരുന്നു. പതിയെ അവളുടെ നോട്ടം ചുവരിലെ രാഹുലിൻ്റെ ഫോട്ടോയിലേക്ക് നീണ്ടു. മന്ദഹാസം നിറഞ്ഞ മുഖം, പ്രകാശം തുളുമ്പുന്ന കണ്ണുകൾ. അവൻ എന്തുകൊണ്ടാണ് യാത്ര പറയാതിരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. തെറ്റുകാരനായി ഒരു നിമിഷം പോലും തൻ്റെ മുന്നിൽ നിൽക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. ഇനി എന്ത് എന്നൊരു ചോദ്യം വിദ്യയുടെ ഹൃദയത്തിലേക്ക് ഉയർന്നു. ഇതുവരെയുള്ള തൻ്റെ ജീവിതം നിഷ്ഫലമായിരുന്നു എന്ന തിരിച്ചറിവ് അവൾക്കുണ്ടായി. 24 സംവത്സരങ്ങൾ മുതലിറക്കിയ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകം അവളുടെ മുൻപിൽ തുറന്നു കിടന്നു. തിരിച്ചു കിട്ടാത്ത സ്നേഹം, ചവിട്ടിമെതിക്കപ്പെട്ട വിശ്വാസം. ആരും തന്നോട് സത്യസന്ധത കാട്ടിയില്ല. ആരും തൻ്റെ സ്നേഹത്തിന് വില കൽപ്പിച്ചില്ല. ഒരിടത്തു നിന്നും തനിക്ക് നീതി കിട്ടിയില്ല. ഉത്കടമായൊരു വികാര വിക്ഷോഭം വിദ്യയുടെ ഹൃദയത്തിൽ നിറഞ്ഞു. അവൾ നെഞ്ചിൽ കരമമർത്തി തറയിലേക്ക് കുഴഞ്ഞു കിടന്നു. പ്രാണസങ്കടങ്ങളുടെ തിരമാലകൾ ഹൃദയഭിത്തികളെ തകർത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഒന്ന് പൊട്ടിക്കരയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൾ ആശിച്ചു. എവിടെയോ പിടിച്ചുകെട്ടപ്പെട്ട തീരാവൃദ്ധ ചെറുത്രയങ്ങലുകളായി അമർന്നു പോകുന്നു. തണുത്ത തറയിൽ നെറ്റിയമർത്തി ഒന്ന് ഉറക്കെ കരയാനുള്ള വെമ്പലോടെ നിസ്സഹായായി വിദ്യാലക്ഷ്മി കിടന്നു. രാവിലെ പത്മാവതിയമ്മ കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ കേട്ട് വിദ്യയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കി. അപ്പൂസ് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വാകീറി കരയുകയാണ്. വിദ്യാലക്ഷ്മി നിലത്ത് ചുമരും ചാരി തുറന്ന കണ്ണുകളോടെ ഇരിക്കുന്നു. പത്മാവതിയമ്മ കുഞ്ഞിനെ എടുത്തു. മോളെന്തെങ്ങനെ ഇരിക്കുന്നത്? കുഞ്ഞ് കരയുന്നത് കേൾക്കാത്തതുപോലെ. വിദ്യ മറുപടി പറഞ്ഞില്ല. പത്മാവതിയമ്മ കുഞ്ഞിനെയുമായി അടുക്കളയിലേക്ക് പോയി. ഫീഡിംഗ് ബോട്ടിലിൽ പാല് നിറച്ചു കൊടുത്തു. അവനത് വേണ്ട. ആരെയോ തിരയും പോലെ കണ്ണുകൾ ചുറ്റും തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. വിദ്യയെ കാണണം എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് പത്മാവതിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് അമ്മയെപ്പോലെ പരിചരിച്ചത് അവളാണല്ലോ. വിദ്യ പക്ഷെ മോനെ തിരക്കി വന്നതേയില്ല. 10 മണി കഴിഞ്ഞപ്പോൾ കുളിച്ചു വേഷം മാറി ഒരു ഷോൾഡർ ബാഗുമായി വിദ്യ ശാരദാമണിയുടെ മുറിയിലെത്തി. കട്ടിലിരിക്കായിരുന്ന ശാരദാമണി വിദ്യയുടെ തളർന്ന മുഖത്തേക്ക് നോക്കി. ഞാൻ തിരിച്ചു പോവുകയാണ്, വിദ്യ തണുത്ത സ്വരത്തിൽ പറഞ്ഞു. എന്ത് കണ്ടോ? അത് കേട്ടപ്പോൾ ശാരദാമണിക്ക് വല്ലായ്മ അനുഭവപ്പെട്ടു. അവർ കിടക്ക വിട്ടെഴുന്നേറ്റു. വിദ്യയുടെ അരികിലെത്തി തോളിൽ സ്പർശിച്ചു. പോണെന്ന് ഞാൻ പറയില്ല. നിന്റെ ജീവിതം നശിപ്പിച്ചു കളയരുതെന്നേ അമ്മ ഉദ്ദേശിച്ചുള്ളൂ. വിദ്യ മന്ദഹസിക്കാൻ ശ്രമിച്ചു. ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യമ്മേ. ജീവിക്കണമെന്ന ആഗ്രഹം പോലും ഉള്ളിൽ അവശേഷിക്കുന്നില്ല. പോട്ടെ. വിദ്യ യാത്ര ചോദിച്ചു. ഞാൻ അവരോട് വരാൻ പറഞ്ഞല്ലോ മോളെ. മനോപ്രസാദിനോടും അമ്മയോടും. ഞാൻ മടങ്ങിപ്പോയി എന്ന് അവരോട് പറഞ്ഞേക്ക്. വിദ്യ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ ഹാളിലെത്തുമ്പോൾ മുറ്റത്തേക്കൊരു ഷിഫ്റ്റ് കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. ഇന്ദുമതിയും മനോപ്രസാദും കാറിൽ നിന്നിറങ്ങി. ഹാളിലേക്ക് വന്ന ശാരദാമണി വിദ്യയൊന്ന് നോക്കിയിട്ട് മുൻവശത്തേക്ക് ചെന്നു. രണ്ടാളും കയറുക. ശാരദാമണി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിദ്യ ബാഗും തൂക്കി ഹാളിൽ നിൽക്കുന്നത് കണ്ട് ഇന്ദുമതിക്ക് ആശ്ചര്യമായി. നീ എവിടേക്കാ മോളെ? വിദ്യ മറുപടി പറഞ്ഞില്ല. അവൾ മുണ്ടക്കയത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ശാരദാമണി പറഞ്ഞപ്പോൾ മനോപ്രസാദ് വിദ്യയെ സൂക്ഷിച്ചു നോക്കി. അവളുടെ മുഖത്തെ തണുത്തുറഞ്ഞ നിസ്സംഗത കണ്ട് അവന് സംശയമായി. അവളുടെ ആത്മാന്വേഷണങ്ങൾക്കെല്ലാമുള്ള ഉത്തരം ലഭിച്ചു കഴിഞ്ഞുവോ? ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ പോരാലോ. മോള് ചെന്ന് വണ്ടിയിലിരിക്കും. ശാരദാമണി നിർദ്ദേശിച്ചപ്പോൾ വിദ്യ പുറത്തേക്ക് നീങ്ങി. മനുപ്രസാദ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി കാറിൻ്റെ ലോക്ക് റിമോട്ട് കീ ഉപയോഗിച്ച് തുറന്നു. മഴ പെയ്തെങ്കിലോ എന്ന് സംശയിച്ചാണ് സുഹൃത്ത് സജീവൻ്റെ കാറ് അവൻ കൊണ്ടുവന്നത്. വിദ്യ പിൻവശത്തെ ഡോർ തുറന്ന് കാറിനകത്തേക്ക് കയറി. സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ശാരദാമണി മനോപ്രസാദിനെയും ഇന്ദുമതിയെയും ഡൈനിങ് ടേബിളിനരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. പത്മാവതി കൊണ്ടുവന്ന ചായയും പലഹാരങ്ങളും നൽകി. നാട്ടുനടപ്പില്ലാത്തൊരു കാര്യത്തിനാണ് ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത്. എൻ്റെ മകൻ്റെ ഭാര്യയായിരുന്ന വിദ്യയെ മനു സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കേണ്ടി വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഹൃദയവേദന എന്തുമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. പക്ഷേ ഇനി എനിക്ക് അത് മാത്രമേ ചോദിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവ് കൊണ്ടാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ശാരദാമണിയുടെ സാന്ദ്രമായ
ശബ്ദത്തിൽ സംസാരിച്ചു. ഇന്ദുമതി അവരെ നോക്കി. എൻ്റെ മകന് വിരോധമൊന്നുമില്ല. മറ്റു ചില കാരണങ്ങളാണ് ഇന്നും തടസ്സമായി വന്നിട്ടുള്ളത്. സാരമില്ല, കുറച്ചു നാൾ കൂടി നിങ്ങൾ കാത്തിരിക്കണം അവളുടെ മനസ്സൊന്ന് നേരെയാവാൻ. ഇപ്പോൾ അത് കലങ്ങിക്കിടക്കുക. തെളിയുമ്പോൾ ഈ വീടോ ഇവിടുത്തെ ജീവിതമോ അവൾ ഓർക്കാൻ ഇഷ്ടപ്പെടില്ല എന്ന് ഞാൻ ഉറപ്പു തരുന്നു. മനുപ്രസാദിന് വേവലാതി തോന്നി. വിദ്യ എല്ലാം അറിഞ്ഞിരിക്കുന്നു. അവൾക്കത് താങ്ങാൻ കഴിഞ്ഞുവോ? ശാരദാമണി മനുപ്രസാദിനെ നോക്കി. എൻ്റെ മകൻ്റെ സ്ഥാനത്തേക്കാണ് ഞാൻ നിന്നെ ക്ഷണിക്കുന്നത്. അമ്മയുടെ സ്ഥാനത്ത് എന്നെ കാണണം. അവളുമായുള്ള ബന്ധം മുറിഞ്ഞു പോകരുതെന്ന എൻ്റെ ആഗ്രഹം. ഈ വീട് അവളെ അർഹിക്കുന്നില്ല എന്നേ ഉള്ളൂ. അത്രയ്ക്കും നല്ലവളാ. നിനക്കൊരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ശാരദാമണിയുടെ ശബ്ദത്തെ ഇടർച്ച പറഞ്ഞു. മനുപ്രസാദ് മറുപടിയൊന്നും പറഞ്ഞില്ല. തിരിച്ചു പോകാനായി ഇന്ദുമതിയും മനുപ്രസാദും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അകത്തെ മുറിയിൽ നിന്നും കുഞ്ഞ് കരയുന്ന ശബ്ദമായിരുന്നു. പ്രമീലയുടെ കുഞ്ഞാ. വിദ്യ കൊണ്ടുവന്നതായിരുന്നു. ഇനി അവളുടെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം, ശാരദാമണി പറഞ്ഞു. പ്രമീലയുടെ കുഞ്ഞ്. മനുപ്രസാദ് ശാരദാമണിയൊന്ന് നോക്കി. പത്മാവതി അമ്മ അപ്പൂസിനെയും എടുത്ത് അവിടേക്ക് വന്നു. എല്ലാവരും സിറ്റൗട്ടിലെത്തി. അതിഥികൾ യാത്ര പറഞ്ഞ് കാറിനരികിലേക്ക് നീങ്ങി. അപ്പൂസ് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു. പെടുന്നതിന് വിദ്യാലക്ഷ്മി ഇരുന്ന വശത്തെ ഡോർ തുറക്കപ്പെട്ടു. അവൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. വിദ്യയെ കണ്ടതും അപ്പൂസ് അവൾക്ക് നേരെ കൈനീട്ടി കരഞ്ഞു. വിദ്യ ഒരു നിമിഷം കുഞ്ഞിനെ തന്നെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് നിസ്സംഗതയുടെ ആവരണം ഇളകി മാറി. ഉപേക്ഷിക്കപ്പെട്ടുപോയ കുഞ്ഞിനരികിലേക്ക് ഇടറിയെത്തുന്ന തള്ളമൃഗത്തെ പോലെ വിദ്യ പാഞ്ഞു വന്നു. കൈനീട്ടി കുഞ്ഞിനെ വാങ്ങിയപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നനവൂറി കഴിഞ്ഞിരുന്നു. ശാരദാമണി പകപ്പോടെ വിദ്യയെ നോക്കി. ഇവനെ വിട്ടുകളയാൻ എനിക്ക് വയ്യ. ആർക്കും വേണ്ടാതെ ജനിച്ചുപോയെന്നൊരു തെറ്റല്ലേ ഇവൻ ചെയ്തുള്ളൂ. ഞാൻ കൊണ്ടുപോയിക്കോളാം. വിദ്യയുടെ സ്വരത്തിൽ കണ്ണീർ കലങ്ങി. വേണ്ട, അത് വേണ്ട, ശാരദാമണി പ്രതിഷേധ സ്വരത്തിൽ പറഞ്ഞു. വേണം, എനിക്കൊരിക്കലും ഇവനൊരു ഭാരമാകില്ല. അവൾ കുഞ്ഞുമായി പിന്തിരിഞ്ഞു. മനുപ്രസാദും ഇന്ദുമതിയും കാറിനരികിൽ നോക്കി നിൽപ്പുണ്ടായിരുന്നു. വിദ്യ മോനെയും കൊണ്ടുവന്ന് കാറിൽ കയറി. മനുപ്രസാദ് ശാരദാമണിയുടെ അന്താളിച്ച മുഖത്തേക്ക് നോക്കി മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ കാറിനുള്ളിലേക്ക് കയറി. ഇന്ദുമതിയും കയറിയതോടെ വാഹനം സ്റ്റാർട്ടായി. മുറ്റത്തുകൂടി തിരിഞ്ഞ് അത് ഗേറ്റിന് നേർക്ക് ഓടിപ്പോയി. ശാരദാമണിയും പത്മാവതിയും സിറ്റൗട്ടിൽ നോക്കി നിന്നു. വിമല ട്രെയിൽ നിറച്ച ജ്യൂസ് ഗ്ലാസുമായി ഹാളിലേക്ക് വന്നു. ചന്ദ്രശേഖരൻ ഇന്ദുമതിയോടും മനുപ്രസാദിനോടും സംസാരിച്ചുകൊണ്ട് ഹാളിലിരിപ്പുണ്ട്. അപ്പൂസുമായി വിദ്യാലക്ഷ്മി തിരിച്ചെത്തിയതിൻ്റെ ആശ്ചര്യത്തിലായിരുന്നു എല്ലാവരും. എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ അവർക്ക് അനുഭവപ്പെട്ടു. അമ്മാവനിപ്പോൾ വിദ്യയോടൊന്നും ചോദിക്കണ്ട. അവളുടെ മനസ്സൊന്ന് നേരെയാകാൻ സമയം കൊടുത്താൽ മതി. എന്തിനും ഞാൻ കൂടെയുണ്ട്. മനുപ്രസാദ് ആത്മവിശ്വാസം നിറച്ച സ്വരത്തിൽ പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരനും വിമലയ്ക്കും ആശ്വാസമായി. കുട്ടിക്കലേക്ക് പോകാനിറങ്ങും മുമ്പ് മനുപ്രസാദ് മുകളിലത്തെ മുറിവാതിക്കലെത്തി. ഉറങ്ങുന്ന അപ്പൂസിനരികിൽ കിടക്കയിൽ ഇരിക്കുകയായിരുന്ന വിദ്യ എഴുന്നേറ്റ് വന്നു. ഞാൻ യാത്ര പറയാൻ വന്നതാ, മനുപ്രസാദ് പറഞ്ഞു. വിദ്യ മറുപടി പറഞ്ഞില്ല. പോട്ടെ, അവൻ മെല്ലെ പിന്തിരിഞ്ഞു. മനുവേട്ടാ. മനുപ്രസാദ് തിരിഞ്ഞു നിന്നു. വിദ്യ അവൻ അരികിലെത്തി. താങ്ക്സ്. ജീവിതത്തിൽ ഇതുവരെ ഞാൻ സ്നേഹിച്ചവരെല്ലാം ഏതെങ്കിലും തരത്തിൽ എന്നെ വഞ്ചിച്ചിട്ടുണ്ട്. ലാഭോച്ച കൂടാതെ മനുവേട്ടൻ മാത്രമേ എൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ. ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കുന്നില്ലെന്നും അറിയാം. എങ്കിലും എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി പറഞ്ഞതാട്ടോ. താങ്ക്സ് അലോട്ട്. വിദ്യയുടെ സ്വരം ഇടറിയിരുന്നു. മനുവിൻ്റെ മുഖത്തൊരു മന്ദഹാസമുണ്ടായി. ഞാൻ ചെയ്തതൊന്നും ഔദാര്യമല്ല. കുട്ടിക്കാലം മുതൽ ഹൃദയത്തിൽ കൊണ്ടു നടന്ന വിദ്യമോളോടുള്ള കടമയാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും. എന്നെങ്കിലും എല്ലാം മറന്ന് നീ എന്നെ മാത്രം സ്നേഹിക്കുമെന്നുള്ള പ്രത്യാശ ഇതുവരെ അണഞ്ഞു പോയിട്ടില്ല. വിദ്യയുടെ മിഴികളിൽ ഒരു പിടയലുണ്ടായി. അങ്ങനെയൊരു തുറന്നു പറച്ചിൽ അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നവന് മനസ്സിലായി. മനുപ്രസാദ് വലതുകരമുയർത്തി വിദ്യയുടെ തോളിൽ സ്പർശിച്ചു. ആ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചുള്ള യാത്ര നീ അവസാനിപ്പിച്ചു എന്നെനിക്കറിയാം. മാത്രമേ ജീവിക്കണോ മരിക്കണോ എന്ന് നിനക്ക് തീരുമാനിക്കാവൂ എന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് എന്ത് തീരുമാനിച്ചു? വിദ്യയുടെ ഉടലിലൂടെ മിഞ്ചലുകൾ പാഞ്ഞു. എനിക്കറിയില്ല മനുവേട്ടാ. അവളുടെ കവിൾത്തടങ്ങളും അധരങ്ങളും വിറപൂണ്ടു. മനുപ്രസാദിൻ്റെ വിരലുകൾ വിദ്യയുടെ ചിമലിൽ മുറുകി. ജീവിക്കണമെന്ന് തന്നെ തീരുമാനിച്ചോ? നിന്റെ സ്നേഹത്തിന് ആരൊക്കെ വില കൽപ്പിച്ചിരുന്നില്ലെങ്കിലും എനിക്കതിന് വലിയ വിലയുണ്ട്. എൻ്റെ ജീവനോടും വലിയ വില. മനുപ്രസാദിൻ്റെ ആർദ്രമായ മൊഴികളിലേക്ക് നോക്കവേ വിദ്യയുടെ നെഞ്ചു പൊട്ടും പോലെ തോന്നി. ഇനിയും അത് മനസ്സിലായില്ലെന്ന് മാത്രം ഭാവിക്കില്ല മോളെ. ഭൂഗർഭങ്ങളിൽ നിന്ന് ഉയരുന്ന ഉരുൾപൊട്ടൽ പോലെ
ഒരു കരച്ചിൽ ഉള്ളിലുയരുന്നത് വിദ്യ അറിഞ്ഞു. പൊടുന്നനെ അവൾ വാപൊത്തിയെങ്കിലും തേങ്ങലിൻ്റെ ചീളുകൾ പുറത്തേക്ക് തെറിച്ചു. കുറവ് പറ്റാത്ത സ്നേഹവായ്പിൽ കുതിർന്ന മനസ്സോടെ മനോപ്രസാദ് അവളെ തന്നിലേക്ക് ചേർത്ത്. പ്രതിരോധ സീമകളെല്ലാം തകർന്നടിഞ്ഞ മനസ്സോടെ മനോപ്രസാദിൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ഒരു ജന്മത്തിലെ മുഴുവൻ വേദനകളും ഒഴുക്കിക്കളയാനെന്ന പോലെ വിദ്യ വിതുമ്പിക്കരഞ്ഞു. മനോപ്രസാദിനെ തിരക്കി വിമലയോടൊപ്പം മുകളിലേക്ക് കയറി വന്ന ഇന്ദുമതി സ്തംഭയായി നിന്നുപോയി. ഇടനാഴിയിൽ മനോപ്രസാദിൻ്റെ നെഞ്ചിൽ മുഖമുയർത്തി നിന്ന് കരയുന്ന വിദ്യ അവനവളുടെ മുടിയിലും ചുമലിലും തഴുകി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ദുമതി വിമലയെ നോക്കി. അവരുടെ മുഖത്ത് ആശ്ചര്യമാണ്. മനോപ്രസാദ് തൻ്റെ കോളർ ഉയർത്തി കണ്ണുകൾ തുടയ്ക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ ഇന്ദുമതിയുടെ മിഴികളിലും കർപ്പൂരമൊഴുകി. മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു തിങ്കളാഴ്ച. ഇന്നാണ് വിദ്യാലക്ഷ്മിയുടെയും മനോപ്രസാദിൻ്റെയും വിവാഹം. അടുത്ത ബന്ധുക്കൾ മാത്രമേ ചടങ്ങിനെത്തിയിരുന്നുള്ളൂ. വരൻ്റെയും വധുവിൻ്റെയും ബന്ധുക്കളെ കൂടാതെ ശാരദാമണിയും രജനിയും മാനേജർ ശേഖറും ആഷിമ സേവ്യാറും എത്തിയിരുന്നു. സിസ്റ്റർ ജോസഫൈൻ എത്തിയപ്പോൾ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ദേവിയുടെ മുൻപിൽ പൂജിച്ച താലി മനോപ്രസാദ് കഴുത്തിലണിയിക്കുമ്പോൾ വിദ്യയുടെ മിഴികളിൽ ഈറൻ പടർന്നു. വീണ്ടും താൻ സുമംഗലിയാവുകയാണ്. വധൂവരന്മാർ പരസ്പരം പുഷ്പാഹാരം അണിയിച്ചു. വിമലയുടെ കയ്യിലിരുന്ന വപ്പൂസ് വിദ്യയെ നോക്കി ചിണുക്കത്തോടെ അമ്മയെന്ന് വിളിച്ചു. വിദ്യ കണ്ണുകൾ കൊണ്ട് കാണിച്ചപ്പോൾ വിമല മോനെയും കൊണ്ട് അവൾക്കരികിലെത്തി. വിദ്യാലക്ഷ്മി കൈനീട്ടി അവനെ എടുത്തു. പിന്നെ മനോപ്രസാദിനെ ഒന്ന് നോക്കി. അവൻ്റെ മുഖത്ത് മന്ദഹാസമായിരുന്നു. മോനെയും ചേർത്ത് പിടിച്ച് മനോപ്രസാദിനൊപ്പം വിദ്യ ശ്രീകോവിലിലെ ദേവീരൂപത്തിലേക്ക് നോക്കി. തീവ്രാനുഭവങ്ങളുടെ മരുഭൂമിയിൽ നിന്നും വീണ്ടും വസന്തകാലത്തിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുകയാണ് താനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഇവിടെ തനിക്കൊരു ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്. കാലങ്ങൾക്ക് ശേഷം മനസ്സിൻ്റെ കോണുകളിൽ നിന്നും പ്രാർത്ഥനാമന്ത്രങ്ങൾ ഉരുകിക്കഴിയുന്നത് വിദ്യ അറിഞ്ഞു. ദേവി സർവവരദായണേ കൃപചര്യണേ. നിബീലത മിഴികളോടെ വിദ്യാലക്ഷ്മി മനമൊരുക്കി പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. മനുവിൻ്റെയും വിദ്യയുടെയും കൂടെ യാത്ര ചെയ്ത നിങ്ങളെല്ലാവർക്കും ഒത്തിരി നന്ദി. അവസാന പാട്ടിലേക്ക് വന്നപ്പോൾ കോൾഡൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും അവ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. നാളെ മുതൽ നമ്മൾ പുതിയൊരു നോവലുമായിട്ട് എത്തുന്നു. ഇതുവരെ ഉണ്ടായിരുന്നതുപോലെ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. കഥകളുമായി ഞാൻ എന്നും എത്തും. അപ്പോൾ